ഫിഷിംഗ് ഫ്രിക്സ് ചാനൽ നിർത്തിയോന്ന്. അയ്യോ ബൈ ബൈ. 5 ആഴ്ചയായിട്ടും എൻ്റെ പാസ്പോർട്ട് വന്നില്ല. 72 ഐ ആം സോറി. പാസ്പോർട്ട് തുറന്നപ്പോൾ നമ്മൾ കണ്ടത് എന്താണെന്നറിയോ? എന്നിട്ട് വീഡിയോ കോൾ ചെയ്തുകൊണ്ട് പപ്പ എടുത്തോടെയല്ലോ. ഏറ്റുവാനത്ത് വന്ന വഴി ഏതാ? കൂൾ ഡൗൺ. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സെബിൻ സിറേഖ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രിക്സ്. എനിക്ക് തോന്നുന്നു ഇന്നേക്ക് ഏകദേശം 3 ആഴ്ചയ്ക്ക് ശേഷമാണ് നമ്മൾ ചാനലിൽ വീഡിയോ ഇടുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 4 വർഷമായി ചാനൽ തുടങ്ങിയിട്ട് 4 വർഷത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു 3 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ചാനലിൽ വീഡിയോ ഇടാതിരിക്കും. അത് കണ്ടിട്ട് കുറേ ആൾക്കാർ നമ്മുടെ അടുത്ത് ചോദിച്ചു ഫിഷിംഗ് ഫ്രിക്സ് ചാനൽ നിർത്തിയോന്ന്. ആക്ച്വലി ചാനൽ നിർത്തിയൊന്നുമില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് പറയാം. ഇന്നത്തെ വീഡിയോ ഈ ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 90 ദിവസം എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നടന്നു എന്നാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഉള്ളത് മാഞ്ചസ്റ്റർ എയർപോർട്ടിലാണ്. 90 ദിവസമായിട്ട് ഞാൻ ഇന്ത്യയിലല്ല, ഞാൻ മാഞ്ചസ്റ്ററിലായിരുന്നു. അതുകൂടാതെ 90 ദിവസത്തിന് ശേഷം ഞാൻ വീട്ടിലേക്ക് ചെല്ലുവാണ്. ഞാനും അഞ്ചും വീട്ടിൽ ചെല്ലുന്ന കാര്യം പപ്പയ്ക്കും മമ്മിക്കും ചേച്ചിക്കും ആർക്കും അറിയത്തില്ല. ഈ തവണ നമ്മൾ പോകുമ്പോഴേക്കും ഒരു പ്രത്യേകതയുണ്ട്. 5-7 മാസം പ്രഗ്നൻ്റ് ആണ് കേട്ടോ. ഇപ്പോൾ സമയം 11:30 ആയിട്ടുണ്ട്. നമ്മൾ മാഞ്ചസ്റ്റർ എയർപോർട്ടിൽ നിന്നാണ്. ഇവിടുന്ന് 1 മണിക്കാണ് നമുക്ക് നാട്ടിലോട്ട് ഫ്ലൈറ്റ്. എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റിനാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. 13 മണിക്കൂർ നമ്മൾ കൊച്ചിയിലെത്തും. അപ്പോൾ മാഞ്ചസ്റ്ററിൽ ഇപ്രാവശ്യം നമ്മൾ 90 ദിവസം നിൽക്കാനുള്ള മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞാൽ 5 രൂപ നിൽക്കണമായിരുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, എനിക്ക് US വിസയ്ക്ക് അപ്ലൈ ചെയ്യണം. വിസയ്ക്ക് അപ്ലൈ ചെയ്തു. അതൊരു വലിയ കഥയാണ് കേട്ടോ. ഞാൻ ഫ്ലൈറ്റിൽ കയറിയിട്ട് പറയാം. അങ്ങനെ നമ്മൾ ഗേറ്റിലെത്തിയിട്ടുണ്ട്. ഗേറ്റിലെത്തിയില്ല. ആക്ച്വലി നമുക്ക് ഗേറ്റ് നമ്പർ 12 ആണ്. ജനുവരി 9 തൊട്ട് 5 ലീവായിരുന്നു. പക്ഷേ ഇന്ന് ജനുവരി 26-ാം തീയതി. അപ്പോൾ ജനുവരി 9 ലീവായിട്ട് ജനുവരി 26 വരെ നമ്മൾ എന്തിനാണ് വെയിറ്റ് ചെയ്ത് നാട്ടിൽ പോകാനായിട്ട്? കാര്യം എന്താണെന്ന് പറയേണ്ട. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് കുറേ കാര്യങ്ങൾ സംഭവിച്ചു കേട്ടോ. ഇതിനകത്ത് ആദ്യം സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അമേരിക്കൻ വിസയ്ക്ക് വെച്ചു. ഞാനും അഞ്ചും US വിസയ്ക്ക് വെച്ചു. നിങ്ങൾ ആ വീഡിയോ ഓൾറെഡി കണ്ടു കാണും. നമ്മൾ US വിസയ്ക്ക് പോകുന്നതും നമുക്ക് വിസ അപ്രൂവ്ഡ് ആയിരുന്നു. അങ്ങനെ വിസ അപ്രൂവ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ നമ്മുടെ പാസ്പോർട്ട് നമ്മൾ US എംബസിയിൽ സബ്മിറ്റ് ചെയ്യണം. അങ്ങനെ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും കുറച്ച് ദിവസത്തിനുള്ളവർ വിസ അതിൽ സ്റ്റാമ്പ് ചെയ്ത് നമുക്ക് തിരിച്ചയച്ചു തരും. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് വിട്ടായിരുന്നു. അഞ്ജുവിൻ്റെ പാസ്പോർട്ട് കറക്റ്റ് ഡിസംബർ 22-ാം തീയതി തിരിച്ച് കിട്ടി. അതായത് നമ്മൾ ഡിസംബർ 15-ാം തീയതി അപ്പോയിൻമെൻറ്റ് അറ്റൻഡ് ചെയ്യുന്നു. ഡിസംബർ 22-ാം തീയതി അഞ്ജുവിൻ്റെ ടിക്കറ്റ് കിട്ടുന്നു. അപ്പോൾ അഞ്ജുവിൻ്റെ പാസ്പോർട്ട് കിട്ടുന്നു. അപ്പോൾ അഞ്ജുവിൻ്റെ പാസ്പോർട്ട് കിട്ടിയപ്പോഴേക്കും നമ്മൾ വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്തിൻ 1 വീക്ക് ചിലപ്പോൾ എൻ്റെയും വഴുവായിരിക്കും. ഞങ്ങൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ US പോകാൻ ടിക്കറ്റ് എടുത്തു. അപ്പോൾ നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 ആഴ്ച നാട്ടിൽ വരുന്നതിന് മുമ്പ് US പോയി നിന്ന് അവിടെ കുറച്ച് ഫിഷിംഗ് ഒക്കെ ചെയ്തിട്ട് നാട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടായിരുന്നു. പക്ഷേ നമ്മൾ വെയിറ്റ് ചെയ്ത് അവിടെ വരെ എത്ര നാൾ വെയിറ്റ് ചെയ്തു? 5 ആഴ്ചയായിട്ടും എൻ്റെ പാസ്പോർട്ട് വന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും പോട്ടെ, നമുക്ക് വിസ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് പാസ്പോർട്ട് തിരിച്ചു മേടിക്കാം. അതിനുശേഷം നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും നമ്മൾ തിരിച്ചു വരുമ്പോഴേക്കും നമുക്ക് പാസ്പോർട്ട് റീസബ്മിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിങ്ങനെ ടെൻഷനൊക്കെ അടിച്ചിരുന്നു. ഞാൻ 2 കൽപ്പിച്ച് US എംബസിയിൽ വിളിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് എമർജൻസി ആയിട്ട് നാട്ടിൽ പോകണം, അപ്പോൾ എനിക്ക് പാസ്പോർട്ട് കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു ഓക്കെ പാസ്പോർട്ട് അവർ തിരിച്ച് റിട്ടേൺ ചെയ്യാം, ഒരു 48 hours വരാൻ പറഞ്ഞു. വിസ കിട്ടിയില്ലെന്നൊക്കെ ഞാൻ ഫ്ലൈറ്റിൽ കയറിയിട്ട് പറയാം. നമ്മുടെ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ക്യൂ എന്ന് പറഞ്ഞൊരു ഇതുണ്ടോ, ഇവിടുന്ന് അങ്ങ് വരെ ക്യൂ ആണ്. അപ്പോൾ എന്താണ് നമ്മളിപ്പോൾ പോകുന്നില്ല. കാര്യം അഞ്ജുന് ഈ വയറും വെച്ചുകൊണ്ട് അത്ര നേരം നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യുവാണ്. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് ഗേറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുണ്ടല്ലോ നല്ല ക്യൂ ആണ് കേട്ടോ. അഞ്ജുന് നിൽക്കാൻ വയ്യാത്തതുകൊണ്ട് അഞ്ചു പയ്യെ പുറകിൽ പോയിട്ട് അവിടെ പോയിരിപ്പുണ്ട്. നമ്മുടെ ബോർഡിങ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ പയ്യെ ഇവിടെ വന്നിട്ട് വെയിറ്റ് ചെയ്യണം. ഇനി രണ്ടാമത്തെ കാര്യം, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മാഞ്ചസ്റ്റർ വന്നപ്പോഴേക്കും എനിക്ക് ചെയ്യാൻ പറ്റിയ കാര്യം, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കുക്കിംഗ് പഠിച്ചു അല്ലേ. അതിൻ്റെ വീഡിയോസ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് സ്വന്തമായിട്ട് ഒരു വീട്ടിലോട്ട് അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുന്നത്. ഒരു ദിവസം 15 പേർക്ക് ഒരു ഫുഡ് ഉണ്ടാക്കി അല്ലേ. അപ്പോൾ കുക്കിംഗ് പഠിച്ചു എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വരവിൽ എൻ്റെ ലൈഫിൽ ഞാൻ അച്ചീവ് ചെയ്തൊരു മൈൽ സ്റ്റോൺ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ സോൺ വിളിക്കുമെന്നാണ് അത് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെയാണല്ലോ നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് സംഭവിച്ച കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഫ്ലൈറ്റിൽ കയറിയിട്ട് പറയാം. അപ്പോൾ നമ്മുടെ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ചെയ്തുണ്ടല്ലോ അത്യാവശ്യം നല്ല ക്യൂ ആണ്. ഞാനും അഞ്ചുമാണ് ക്യൂവിൻ്റെ ഏറ്റവും പുറകിൽ. അഞ്ചു ബോർഡിംഗ് പാസ് എടുത്ത് വെച്ചോ കേട്ടോ. I'm sorry. 72 I am sorry. 72G and F. Okay, perfect. Congratulations. Thank you very much. Yeah, first one. Thank you. Oh, F&G. F&G. Yeah. Yeah, thank you. Finally, ഇത്തിരി കഴിഞ്ഞിട്ട് മാറാം അല്ലേ. നമ്മൾ ഇടയ്ക്ക് എണീറ്റ് നടക്കാനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അഞ്ജുന് ഈ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് ആയിട്ട് കുറേ നേരം ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ
ചെറിയ കാലുവേദനയൊക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും അഞ്ജുവിനെ ഇറക്കി നടത്തുന്നതാണ് അല്ലേ അഞ്ജു? ഇനിയിപ്പോൾ ഫ്ലൈറ്റ് എടുത്ത് കഴിയുമ്പോഴേക്കും എൻ്റെ പാസ്പോർട്ടിൽ വിസ ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറയാം. അതുപോലെ തന്നെ എനിക്ക് കുറേ മെയിൽസും മെസ്സേജസും വന്നായിരുന്നു എങ്ങനെയാണ് US വിസയ്ക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അപ്പോൾ അതിന് മുമ്പ് എല്ലാവരും ഒന്ന് സെറ്റിലായിട്ട് ഫ്ലൈറ്റ് എടുക്കട്ടെ കേട്ടോ. ഓക്കെ, ഞാൻ എൻ്റെ പാസ്പോർട്ട് എടുക്കാം കേട്ടോ. ഞാൻ വിസ ഉണ്ടോ ഇല്ലെന്ന് കാണിച്ചു തരാം. ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും US വിസിറ്റിങ്ങിന് B1 B2 വിസയ്ക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ വളരെ സിമ്പിളാണ്. അങ്ങനെ കുറേ കാത്തിരിപ്പിന് ശേഷം അഞ്ജുവിൻ്റെ ഫുഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ഫുഡായിരുന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഞാനും അഞ്ജും ഒരു ഫിലിം കാണാൻ വേണ്ടി പോകണം. ഞാൻ ഓൾറെഡി കണ്ട പടമാണ് നമ്മുടെ ഗ്രീൻ മൈൽ എന്ന് പറയുന്ന പടം. ഇവിടെ കണ്ടിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ ഒന്ന് കണ്ട് ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോഴേക്കും ദുബായിലെത്തും. ദുബായിൽ നമുക്ക് 2 മണിക്കൂറാണ് കണക്ഷൻ. ദുബായിൽ നിന്ന് കയറി കഴിഞ്ഞാൽ 3 മണിക്കൂർ കൊണ്ട് നമ്മൾ നാട്ടിലെത്തും. നമ്മൾ കൊച്ചിയിൽ എത്തുന്നതിന് മുമ്പ് ഇത്രയും നേരം ഇരുന്നിട്ട് അടുത്തൊരു ചേട്ടനെ ഇപ്പോഴാണ് ഞാൻ പരിചയപ്പെട്ടത്. കാരണം 5 പേര് ഇവിടെ ഇരുന്നത്. ചേട്ടൻ നമ്മുടെ വീഡിയോസ് കാണുന്നതാണ്. ചേട്ടൻ ഇപ്പോഴാണ് ക്യാമറ എടുത്തുള്ള ചേട്ടൻ മനസ്സിലായത്. ചേട്ടൻ്റെ പേര് ഷൗക്കത്ത്. പട്ടാമ്പയിലാണ് സ്ഥലം, പാലക്കാട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക്സ് ചേട്ടാ. അങ്ങനെ 5-6 മാസങ്ങൾക്ക് ശേഷവും ഞാൻ 3 മാസങ്ങൾക്ക് ശേഷം കൊച്ചി കാണുവാണ്. ഇപ്പോൾ ജസ്റ്റ് ചേട്ടൻ പറഞ്ഞേ ഉള്ളൂ എവിടെയൊക്കെ പോയാലും നാട്ടിൽ തിരിച്ചു വരുമ്പോഴേക്കും അല്ലേ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എപ്പോഴും എവിടെയൊക്കെ പോയിട്ട് വന്നാലും തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് വരുമ്പോഴേക്കും ഉള്ളൊരു പ്രതീതി ഉണ്ടല്ലോ. അതുപോലെയാണ് നമ്മൾ തിരിച്ച് നാട്ടിലെ കൊച്ചിയിൽ വരുമ്പോഴേക്കും. അങ്ങനെ ഫൈനലി നമ്മളിത് കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു സാഡ് ന്യൂസ് ഉണ്ട്. എൻ്റെ ഒരു ലഗേജ് വന്നിട്ടില്ല. എൻ്റെ ഒരു ലഗേജ് ദുബായിലാണെന്ന് പറഞ്ഞത്. അത് ഏതാണെന്ന് എനിക്കിപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. അത് ബെൽറ്റ് ചെന്നാലേ അറിയത്തുള്ളൂ. എനിക്കും ബാഗേജും തമ്മിൽ എന്തോ പ്രശ്നമുണ്ട്. എൻ്റെ ഒരു ബാഗേജ് ഇപ്രാവശ്യം മിസ്സായിരിക്കുകയാണ്. അവർ പറഞ്ഞിരിക്കുന്ന ആ സാധനം ദുബായിലാണെന്നാണ് അറിയത്തില്ല. 2 ദിവസം കഴിയുമ്പോഴേക്കും പറയാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിത് A11 വന്നിട്ടുണ്ട്. 5 ആണെങ്കിൽ അർജുനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് വരാനായിട്ട്. ഇവിടെ വരത്തില്ല അർജുൻ. കറക്റ്റ് സമയത്ത് അർജുനും വന്നിട്ടുണ്ട്. സാധനങ്ങളൊക്കെ പടപടയെന്ന് കേട്ടിട്ട് അർജുനോട് എനിക്ക് വല്ല മാറ്റം ഉണ്ടെന്ന് ചോദിക്കട്ടെ. അവിടെ ഇത് ഭയങ്കരമായിട്ടുള്ള ബൂട്ട് സ്പേസ് ആണല്ലോ. ഇത് ഈ ഗ്യാപ്പിലോട്ട് കയറത്തില്ലേ? നമുക്ക് ആദ്യം എന്തെങ്കിലും അകത്താക്കാം. അവിടെ നീ ശരിക്കും വെയിറ്റ് പറഞ്ഞു കേട്ടോ. നല്ല വ്യത്യാസം, ഭയങ്കര വ്യത്യാസം. 10 കിലോ പറഞ്ഞോ? എന്നെ കണ്ട എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ക്ഷീണിച്ചില്ലേ? ഞാൻ 4 കിലോ കുറഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകണം. നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പ ആക്ച്വലി വീട്ടിലില്ല. പപ്പ നമ്മുടെ പുതിയ സ്ഥലത്താണ്. അപ്പം നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടി പോകണം. അവിടെ ചെന്നിട്ട് പപ്പേനെ വീഡിയോ കോൾ ചെയ്യും. എന്നിട്ട് വീഡിയോ കോൾ ചെയ്തുകൊണ്ട് പപ്പ എടുത്തോടെ ഇല്ലും എക്സ്പെക്ട് ചെയ്തില്ലല്ലോ. അതിനുശേഷമാണ് നമ്മൾ വീട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ പപ്പേനെയാണ് അഞ്ജുവിനെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്രാവശ്യം പറയാതെ വന്നതിൻ്റെ കാര്യം വേറൊന്നുമില്ല. അഞ്ജു പ്രഗ്നൻ്റ് ആയതിനു ശേഷം അഞ്ജുവിനെ ആരും കണ്ടിട്ടില്ല അല്ലേ? ഇല്ല. കാരണം അഞ്ജു പ്രഗ്നൻ്റ് ആണെന്ന് ഞങ്ങൾ അറിഞ്ഞത് മാഞ്ചസ്റ്റർ വെച്ചിട്ടാണ്. അപ്പം അതിനുശേഷം അഞ്ജുവിനെ ആരും കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു പ്രാവശ്യം സർപ്രൈസ് ആക്കിയിട്ട് അർജുനെ ഫാദർഹുഡിലേക്ക് കിടക്കുമ്പോൾ എന്തെങ്കിലും പറയാനായിട്ട്. മാക്സിമം ഉറങ്ങണ്ടല്ലേ ഇപ്പൊ ഉറങ്ങി തീർത്താണെന്നാണ് അർജുന്റെ അഡ്വൈസ്. അതാണ് ഏറ്റവും ആണല്ലേ? ആണല്ലേ? അർജുന ഒരു പെങ്കോച്ചാണ് കേട്ടോ. അപ്പൊ മിലിക്ക് ഇപ്പം അവളെ തന്നെ വിളിക്കുന്ന ആലിയ. അവൾക്ക് ഇപ്പൊ 2 വയസ്സല്ലേ? എന്നാ അർജുന പപ്പയുടെ റിയാക്ഷൻ എന്നായിരിക്കും? എന്തായി? ആണോ? കാണിച്ചേ, കെട്ടിയത് കാണിച്ചേ. ഞങ്ങൾ പൊക്കോണ്ടിരിക്കുക. ഓൺ ദി വേയാ. പപ്പ ഇത് കോള് മ്യൂട്ട് ചെയ്യാതെ. ആണല്ലേ? അഞ്ചൂടൊക്കെ അതാണല്ലേ? അടിപൊളി. ആ തേക്കാണ് വെട്ടിയത്. ആ ഫ്രണ്ട് സൈഡ് കാണിച്ചു. അപ്പൊ ഫ്രണ്ട് സൈഡ് അത് കനാലിന്റെ സൈഡ് അല്ലേ? റോഡ് സൈഡ് കാണിച്ചേ. ഞങ്ങൾ ഓൺ ദ വേ പൊക്കോണ്ടിരിക്കുക. ആ ഫ്രണ്ട് കാണിച്ചേ, ഫ്രണ്ടേജ് കാണിച്ചേ. ഓടിച്ചോ. ആണോ? ഏറ്റുമാനൂർക്ക് പോകുന്ന വഴിയാ. ഏറ്റുമാനൂർക്ക് പോകുന്ന വഴിയാ. ഏറ്റുമാനൂർക്ക് പോകുന്ന വഴിയാ. വീട്ടിലോട്ടാ. എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ വെളുപ്പിൽ വന്നാ. അതൊക്കെ മനസ്സിലായി. അതൊക്കെ ഞങ്ങൾ ബുദ്ധിപൂർവ്വം മനസ്സിലാക്കി. വാ ഇറങ്ങി കാണാം. അർജുന വേടാ, നീ സൈലന്റ് ഇടാവുന്ന ആരോടും പറഞ്ഞിട്ട്. മമ്മിയോടൊന്നും പറഞ്ഞിട്ടില്ല. ആരോടും പറയല്ലേ?
ഇത് സൈഡൊക്കെ ഇത് വണ്ടി കിടക്കുന്ന കണ്ടില്ലേ? വണ്ടി കണ്ടു വേറെ സ്കൂളിലാണ് പല വണ്ടി വരും. അയ്യോ ഒക്കെ മേടിച്ചോണ്ട് ഞങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ അഞ്ചു? കെട്ട് കയറിയോ? നോജനാണെങ്കിൽ ആ ഞങ്ങളില്ലാത്ത ഗ്യാപ്പിൽ ചൂണ്ടിടാൻ വേണ്ടി പോവാണ്. സമ്മതിക്കരുതല്ലേ അഞ്ചു? സമ്മതിക്കരുത്. പറഞ്ഞേ ശരി ശരി ഓക്കെ. ഓ ആക്ടിങ് സിംഹം. എങ്ങനെയുണ്ട് അഞ്ചു? മാറ്റം വന്നോ? ഞങ്ങൾക്കറിയാം വൈറ്റ് കൊച്ചനാന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രമേ അറിയത്തുള്ളൂ. നിനക്കും അറിയത്തില്ല? നീ കസ അടിക്കുന്നല്ലേ? ഇല്ല 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 അതൊന്നും പറയേണ്ട കാര്യമില്ല. ആ ഓക്കെ എല്ലാവർക്കും ഗസ് ഉണ്ട് ആണല്ലേ? ഇപ്പൊ ഇന്ന് കെട്ട് നമ്മുടെ അവസാന സ്റ്റേജ് ആണോ? അപ്പൊ നമ്മുടെ കെട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സ്ഥലത്ത് നമ്മൾ എന്താണ് പണിയാൻ പോകുന്നത് നമ്മുടെ ചാനലിൽ പുറകെ വരും. ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ കൂൾ ഡൗൺ. എത്ര നാളായതേ? 3 മാസം. അങ്ങോട്ട് വന്നിട്ട് കാണാനിട്ട് എനിക്ക് എത്ര നാളായതറിയോ? എനിക്കൊന്നും വീട് ഇത്ര നാളെ എനിക്കൊന്ന് വീടിൽ നിന്ന് മാറിയിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ. സ്ഥലത്തിന്റെ ലുക്ക് മാറി എന്താണെങ്കിലും അല്ലേ? നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഓർക്കുന്നുണ്ടോ നമ്മുടെ ഈ സ്ഥലം എങ്ങനെയായിരുന്നു? നമ്മൾ വാഴയൊക്കെ ഇടിച്ചു മറിച്ച സ്ഥലം. ഇവിടെ നമ്മൾ ഫ്രണ്ടിലേക്ക് ഇറങ്ങുവാണെങ്കിൽ ആറാണ്, മീൻച്ചിലാറാണ് കേട്ടോ. അപ്പം നമ്മൾ ഇവിടെയാണ് ചൂണ്ടയിടുന്നത് ഇപ്പോൾ സ്ഥിരമായിട്ട്. ഒരു കാര്യം ചെയ്യാം, നമ്മൾ അധികം ഡിലേ ആണല്ലോ, ഞങ്ങൾ പോയിട്ട് എന്നിട്ട് ഞാൻ വണ്ടി എടുത്ത് വരാം. അത് പറയാം, നമുക്ക് പിന്നെ വണ്ടി പിന്നെ എടുത്താൽ മതി വൈകിട്ട്. പപ്പയും ഞങ്ങളുടെ കൂടെ വരുവാണ്. പപ്പ പോയിട്ട് ചേട്ടന്മാർക്ക് വാക്കത്തിയെ കൊടുക്കാൻ വേണ്ടി പോവാണ്. അഞ്ചു ബാബാ കയറിക്കോ. അർജുനെ ശരിക്കും ഏറ്റല്ലേ അത്? അല്ലേ? അതെനിക്ക് തോന്നുന്നു പപ്പേനെ ആദ്യമായിട്ടായിരിക്കും ഞാൻ ഇങ്ങനെ പ്രാങ്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും വിചാരിച്ച് കാണത്തില്ല. അപ്പോൾ ഇനി ഇപ്പോൾ നേരെ വീട്ടിൽ കുറേ ആൾക്കാർ വെയിറ്റിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വേറെ വീട്ടിലോട്ട് പോകാം. സൂക്ഷിച്ച് അവിടെ നടക്കുന്നത് ഉരുണ്ടുരുണ്ട് നടക്കരുത്. വളരെ വളരെ ഫ്ലോപ്പ് ആയിട്ടൊരു കുഞ്ഞു സംഭവമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ആ ക്ലിപ്പിനൊന്നും മൈക്കില്ലായിരുന്നു. മൈക്ക് ഓഫായിരുന്നു. അവിടെയാണ് നമ്മൾ മ്യൂസിക് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. മമ്മി പറഞ്ഞിരിക്കുന്ന ഡയലോഗുകളൊക്കെയാണ് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുവാണ്. അതായത് ചേച്ചി എന്നാ പറഞ്ഞേ? ജിനോശൻ ഞങ്ങളില്ലാതെ ചൂണ്ടിടാൻ വേണ്ടി പോകാൻ നിൽക്കുമായിരുന്നു അല്ലേ? മമ്മി എന്നായിരുന്നു പറഞ്ഞേ? ഞങ്ങൾ ഇന്ന് വരും. ഇല്ലല്ലോ, ഒരിക്കലും വിചാരിച്ചില്ലല്ലോ. അതാണ് പിന്നെ ഇറങ്ങിയപ്പോ എന്താ വേണ്ടത്? വാഴ ഞാൻ അവന് ഈ ക്യാമറ എടുത്ത് വരുമ്പോഴേക്ക് എന്നെ സംഭവം നോക്കുവാണേ. അവൻ എന്നെ ഒന്ന് മനസ്സിലാക്കി. എന്നെ ഒരാൾ അവിടെ കണ്ടത് വിളിക്കുന്നുണ്ട്, വിളിയോട്ട് വിളിയാണ്. അതുപോലെ തന്നെ മമ്മിയുടെ സംഭവം ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മുടെ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞായിരുന്നു തൈറോയിഡിന്റെ ഒരു ചെറിയൊരു സ്വെല്ലിംഗ് ഉണ്ടെന്ന്. അത് ആക്ച്വലി തൈറോയിഡ് അല്ലായിരുന്നു, തൈറോയിഡിന്റെ ആയിരുന്നു അല്ലേ? തൈറോയിഡിന്റെ ആയിരുന്നു. അപ്പം അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, അതായത് അത് ഓപ്പറേറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതിന്റെ കുഞ്ഞ് സർജറിയുടെ പാടാണ് നിങ്ങൾ കാണുന്നത്. അതുകൊണ്ട് മമ്മി ഇപ്പോൾ റെസ്റ്റിലാണ്. വ്യത്യാസമുണ്ടോ? ഇവിടെ ഏറ്റവും കൂടുതൽ വ്യത്യാസമുള്ള അർജുനാണ് കേട്ടോ. ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ ആണ്. 10 കിലോ കുറച്ചിരിക്കുവാണ് അർജുൻ. ഞാനും മെലിഞ്ഞില്ലേ? ഫോണിലാണോ നോക്കുന്നേ? ഫുള്ള് ഫോണിലാണോ നോക്കുന്നേ? അപ്പൊ അർജുന ഇപ്പൊ കയറിയിരിക്കാൻ പോവാ നമ്മള്. ഇനി നമ്മുടെ ചാനലിൽ നമ്മൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുവാണ്. നമ്മുടെ ചാനലിൽ ഇനി വരുന്ന വീഡിയോസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാം. കാരണം നമ്മുടെ കിളിക്കൂട് അവിടെയുണ്ട്, നമ്മുടെ ബോട്ട് അവിടെ ഇരിപ്പുണ്ട്, നമ്മുടെ വണ്ടികളൊക്കെ ഇവിടെ എല്ലാം ഉണ്ട്. നമ്മുടെ ചാനലിൽ പുറകെ ഫിഷിംഗ് വീഡിയോസും ബാക്കി എല്ലാ വീഡിയോസും വരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇന്ന് കണ്ടു കാണും. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബാക്കി എല്ലാവരും ഉണ്ട് കേട്ടോ. ശരിക്കും പാസ്പോർട്ട് കിട്ടിയത് ടിങ്കറെ ഞാൻ പോയപ്പോൾ മുട്ടയായിരുന്നു, മുടിയൊക്കെ കിളുത്. ഇനി ഇന്ന് വളരെ കോയിൻസിഡൻഷ്യൽ ആയി ഒരു സംഭവം നടക്കുന്നുണ്ട്. അഞ്ജുവിന്റെ ചാച്ചനും അമ്മയും വരുന്നുണ്ട്. അതായത് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാനായിട്ട് പറ്റും. ഓൺലൈനായിട്ട് നമുക്ക് ഫോം ഫില്ല് ചെയ്ത് അപ്പോയിൻമെൻറ്റ് എടുക്കാനായിട്ട് പറ്റും. എൻ്റെ വിസയുടെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് ചെയ്തത്.
അപ്പോൾ നിങ്ങൾക്കും അത് ചെയ്യാനായിട്ട് പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ വളരെ സിമ്പിളായിട്ട് എനിക്ക് അറിയാവുന്ന രീതിയിൽ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾ വിസിറ്റിംഗ് വിസ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് DS-160 എന്ന് പറയുന്നൊരു ഫോം ഓൺലൈനായിട്ട് ഫില്ല് ചെയ്യണം. അപ്പോൾ അത് ഫില്ല് ചെയ്യേണ്ട ലിങ്ക് ഞാൻ നമ്മുടെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഫോം നമ്മൾ ഫില്ല് ചെയ്യാനായിട്ട് അത്യാവശ്യം നല്ല സമയം എടുക്കും കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 2 മണിക്കൂറൊക്കെ എടുക്കുമായിരിക്കും ആ ഒരു ഫോം ഫില്ല് ചെയ്യാനായിട്ട്. നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ കറക്റ്റായിട്ട് എൻ്റർ ചെയ്യണം. അതിനുശേഷം ഇപ്പോൾ നമ്മുടെ കൂടുതൽ ആരെങ്കിലും വരുന്നുണ്ട്, ഇപ്പോൾ ഞാനും അഞ്ചും 2 സെപ്പറേറ്റ് ആയിട്ടുള്ള DS-160 ആണ് ഫില്ല് ചെയ്യേണ്ടത്. അതായത് എനിക്കൊരു ആപ്ലിക്കേഷനും അഞ്ചിനൊരു ആപ്ലിക്കേഷൻ. അങ്ങനെ നമ്മൾ DS-160 ഫില്ല് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ രണ്ടാമത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ ഒരു ഫോം ഫില്ല് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്കൊരു കൺഫർമേഷനായിട്ടൊരു ഇമെയിൽ വരും, നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയെന്ന് പറഞ്ഞിട്ട്. അതായത് വിസയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്തു. അങ്ങനെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് നമ്മൾ അടുത്ത ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നിയറസ്റ്റ് ആയിട്ടുള്ള നമുക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള US എംബസിയിൽ നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കണം. അപ്പോൾ അങ്ങനെ അപ്പോയിൻമെൻറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് പൈസ പേ ചെയ്യേണ്ടി വരും. ഇപ്പം UK നിന്നാണ് ഞങ്ങൾ അപ്പോയിൻമെൻറ്റ് എടുത്തത്. അപ്പോൾ എനിക്കും അഞ്ചിനും കൂടെ ഏകദേശം 250 പൗണ്ടാണ് വന്നിരിക്കുന്നത് അല്ലേ, ഇൻ ആൻഡ് അറൗണ്ട്. ഏകദേശം ഒരാൾക്ക് ചിലപ്പോൾ ഒരു 12,000 രൂപ 15,000 രൂപ മാക്സിമം, അപ്പോൾ അത്രയൊക്കെയാണ് വരുന്നത്. അപ്പോൾ അത് കൊടുത്തിട്ട് നമ്മളൊരു അപ്പോയിൻമെൻറ്റ് എടുക്കുക. അപ്പോൾ അതൊരു പേഴ്സണൽ ഇൻ്റർവ്യൂ ആണ്, ഫേസ് ടു ഫേസ് 1-on-1 ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂവർ നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അവർക്ക് കൺഫേം ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഒന്ന്, നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വരുമോ. അപ്പം നമ്മൾ നാട്ടിൽ നമ്മൾ എവിടെ നിന്നാണ് അപ്ലൈ ചെയ്യുന്നത് അവിടെ നമ്മൾ തിരിച്ച് വരും എന്ന് നമുക്ക് സ്ട്രോങ് ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഡോക്യുമെൻറ്റ്സ് ഒക്കെ നിങ്ങൾ കയ്യിൽ വെക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് ഉണ്ടെങ്കിൽ വർക്ക് പെർമിറ്റ് വെക്കുക. അതുകൂടാതെ നമ്മുടെ പ്രോപ്പർട്ടീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രോപ്പർട്ടീസ് വെക്കുക. പിന്നെ സ്ട്രോങ് ആയിട്ട് ഞാൻ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരും എന്ന് അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഡോക്യുമെൻറ്റ്സും കയ്യിൽ വെക്കുക. രണ്ടാമതായിട്ട് അവർ പിന്നെ ചെക്ക് ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ട് ചെക്കാണ്. അതായത് നമ്മുടെ പേരിലുള്ള സകലമാന കാര്യങ്ങൾ അവർ ചെക്ക് ചെയ്യും. അവർക്കൊരു ഡേറ്റാബേസ് ഉണ്ട്, ആ ഒരു ഡേറ്റാബേസിൽ അവർ നമ്മുടെ ഫുൾ കാര്യങ്ങൾ ചെക്ക് ചെയ്യും. അപ്പോൾ എൻ്റെ പ്രോസസ്സിങ് ശരിക്കും ഒത്തിരി ഡിലേ ആയി അല്ലേ. പാസ്പോർട്ട് തിരിച്ച് കിട്ടി. പാസ്പോർട്ട് തുറന്നപ്പോൾ നമ്മൾ കണ്ടത് എന്താണെന്നറിയോ, ഞാൻ ഫുള്ള് കാണിക്കുന്നില്ല കാരണം എന്തൊക്കെ സെക്യൂരിറ്റി റീസൺസ് ഉണ്ടായത്. നമുക്ക് വിസ അടിച്ചിട്ടുണ്ട്, പക്ഷേ നമുക്ക് ഈ മാസം പോകാൻ പറ്റിയില്ല. അഞ്ചൂടെ നാട്ടിൽ കൊണ്ടാക്കിയതിന് ശേഷമാണ് എനിക്ക് പോകാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഉടനെ തന്നെ ഒരു അമേരിക്കൻ ഫിഷിംഗ് സീരീസ് വരുന്നതാണ്. നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞത് ആ ഒരു സീരീസ് നമ്മുടെ ചാനലിൽ വരുന്നതാണ്.